അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പം ഞാനിന്നിവിടെ ചെറുപയറും ചോറും കൂടെ ഉണ്ടാക്കണത്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ കഴിക്കുമായിരുന്നല്ലോ. അപ്പോൾ ആ ചോറിനൊരിങ്ങനെ ആഗ്രഹം അതൊന്ന് ഉണ്ടാക്കി വെക്കുകയെന്ന്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുപയറും കുറച്ച് റേഷൻ കടത്തെ അരിയാട്ടോ ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത്. അതും ഒരു അര സ്പൂണ് ഉലുവയും കൂടെ എടുത്ത് നല്ല കഴുകി ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 തണ്ട് വേപ്പിൻ്റെ ഇല, ചെറിയ ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഉണക്കമുളകില്ല, അതുകൊണ്ടാണ് ചില്ലി ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ തേങ്ങ ഇട്ടാ. അപ്പോൾ ഇത് നമുക്കൊന്ന് കുക്കറിൽ ആദ്യം ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാതും കൂടെ നല്ല കഴുകിയിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. സ്കൂളിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല. സ്കൂളിൽ ചെറുപയറും അരിയും കൂടാണ്ട് കഴുകിയിടലാണ്. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടാണ്ട് വേവിക്കല. ഒരാളും രണ്ടാളും ഒന്നല്ലല്ലേ, എത്ര പോരോ കുട്ടികളുണ്ടാവില്ലേ. അങ്ങനെ അന്നത്തെ ഇത് ഇപ്പോഴും നമ്മളെ നാവുമൊന്നും പോയിട്ടില്ല ആ രുചിയേ. അപ്പം അങ്ങനെ ഏതായാലും അതൊന്ന് ഉണ്ടാക്കി വെക്കട്ടെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി വല്ലാതെ ഒന്നും മൂക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതി. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്നും നമ്മൾ ഈ ഇറച്ചും മീനും അതും ഇതൊക്കെ തന്നെ അല്ലേ. അപ്പോൾ ഒന്നൊന്ന് മാറ്റി പിടിച്ച് നോക്കട്ടെ വിചാരിച്ചിട്ടും ചെയ്ത് നോക്കണം. നമുക്ക് തടിക്കും നല്ല തന്നെ ചെറുപയറും ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. ഞാനിതിലേക്ക് ഒരു 3 തണ്ട് വേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുളകിൻ്റെ ചില്ലിയാണ്. പിന്നെ എൻ്റെ അടുത്ത് ഉണക്കമുളകില്ല, അതുകൊണ്ട് ഏതായാലും കുഴപ്പമൊന്നുമില്ലല്ലോ, അതന്നെയല്ല സാധനം. ഒന്ന് ആ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ആ വെളിച്ചെണ്ണ കിടന്ന് മൂത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ അരിയും ഉലുവയും ചെറുപയറും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം കൂടെ നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കണം. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ടുകൊണ്ട് നമുക്കൊന്ന് വിസിലടുപ്പിച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മളെ ചോറ് ഇവിടെ റെഡി ആവട്ടെ. നല്ല ടേസ്റ്റ് കേട്ടോ തിന്നാൻ. എന്തെങ്കിലുമൊക്കെ നേരിയൊരു കൂട്ടാനും മതി, വലിയ കൂട്ടാനൊന്നും അപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിന് ഗ്ലൗസ് ഇട്ടത് കയ്യിൻ്റെ നഖത്തിനൊരു വേദന, അപ്പോൾ സോപ്പും ഇതൊന്നും തട്ടണ്ട വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്തേക്കണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് മൂടി വെക്കട്ടോ. എന്നിട്ട് വിസിലടുപ്പിക്കാം. ഞാൻ സുമാറിൻ്റെ കണക്കിന് ഉള്ളതിനാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. റേഷൻ്റെ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഞാൻ 3 വിസിലാണ് അടുപ്പിക്കുന്നത് കേട്ടോ. ഒരു വിസിൽ സ്പീഡ് കൂട്ടിയിട്ടും 2 വിസിൽ സ്പീഡ് കുറച്ചിട്ടും കൂടെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ സാവധാനം കിടന്ന് വിസിലടിച്ചോളുമല്ലോ. അതിലേക്ക് ഞാൻ 2 വാഴക്കൂമ്പ് ഞാനിങ്ങനെ പൊട്ടിച്ചോടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ മുറിച്ച് കഞ്ഞിയുടെ വെള്ളത്തിൽ പിന്നെ മുറിച്ചാണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, അരിഞ്ഞാണ്ട്. അപ്പോൾ അതിൻ്റെ കറകളൊക്കെ ഈ കഞ്ഞിൻ്റെ വെള്ളത്തിൽ ഇട്ടാൽ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ ചെറുതാക്കി മുറിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള തേങ്ങയും പിന്നെ വേപ്പിൻ്റെ ഇല കേട്ടോ. മുളക് ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് തേങ്ങ ഒന്ന് നല്ലൊന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് പണ്ട് അതിൻ്റെ കറൊക്കെ ഇതിലേക്ക് നല്ല ഇറങ്ങി വന്നിട്ടുണ്ട് കഞ്ഞിൻ്റെ വെള്ളത്തേക്ക്. നല്ല കട്ടിയുള്ള വെള്ളമായി മാറി. നമ്മൾ പച്ചവെള്ളത്തിലൊന്നും ഇട്ടാൽ ഇത്ര വൃത്തിക്ക് കിട്ടൂല. അപ്പം നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. വെള്ളമൊക്കെ വറ്റി പാകത്തിൽ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. ചോറൊന്നും ഒന്നിനോടൊന്നും അങ്ങനെ ഒട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇതിലേക്കുള്ള ഉപ്പേരി ഒന്ന് ഉണ്ടാക്കട്ടോ. അപ്പം ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടൺ അമർത്തുക. പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവട്ടെ, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കട്ടെ. പാത്രം നല്ല ചൂടായിട്ടുണ്ട്. ഞാൻ വാഴക്കൂമ്പൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് വേപ്പിൻ്റെ ഇല പിന്നെ തേങ്ങ ഒതുക്കിയതൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ എല്ലായിടത്തും കടുകും വെളിച്ചെണ്ണയും ഇങ്ങനെ തെറിച്ച് വരും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. പൊട്ടൽ കൂടിയാലപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ എല്ലായിടത്തേക്കും ആവില്ല. അപ്പം ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. ഇതിൽ ചെറുപയറും ഇട്ടുണ്ടാക്കും, മുതിര ഇട്ടുണ്ടാക്കും ചെയ്യുമ്പോൾ നമ്മളിന്ന് ചെറുപയറിൻ്റെ ചോറല്ല, അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ചെറുപയറിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വേപ്പിൻ്റെ ഇല തീക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങ ഞാൻ ഒതുക്കിയെടുത്തതാണ്, അപ്പോൾ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഉണക്കമുളക്, ചുവന്ന ഉണക്കമുളകായതുകൊണ്ടേ ഇത് ചതച്ചുകൊണ്ട് ഈ വെളിച്ചെണ്ണയിലിട്ടപ്പോൾ നല്ലൊരു സ്മെല്ല് ഇട്ടാ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളവിടെയൊക്കെ വാഴക്കൂമ്പ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ എല്ലാ വീട്ടുകളും വാഴ ഉള്ളതല്ലേ. അങ്ങനെയൊക്കെ പല രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കി, നല്ല സാധനമാണ്. നമുക്കിതിനോടൊരു എണ്ണവും പെണ്ണൊന്നും ഉണ്ടാവില്ല. അത് കുറഞ്ഞൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു തുള്ളി മഞ്ഞളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനൊരു നല്ലൊരു കളർ ഉണ്ടാവും, അത് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കിതിലേക്ക് അതാട്ടെ അരിഞ്ഞ് ചട്ടെടുക്കട്ടോ. എല്ലാതും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. വാഴക്കൂമ്പ് വരുമ്പോഴേ ഈ കയ്യൊറട്ടതുകൊണ്ട് കൈക്കൊന്നും കറ വന്നില്ല കേട്ടോ. കൈയൊക്കെ വൃത്തി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളിതൊക്കെ കൊണ്ട് ഇങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞാൽ കാണാം കൈക്കൊരു കറുപ്പ് കളറല്ലേ. അത് തേച്ച് ചെയ്യാനും പോകില്ല, ഒരു വൃത്തിയില്ലാത്ത മാതിരി. ആൾക്കാരെ മുന്നിൽ നമ്മളെ കൈ കാണുമ്പോൾ നമുക്ക് എന്തോ മാതിരി ഒരു വെറുപ്പ് തോന്നും. അതിങ്ങനെ ഇട്ടുകൊണ്ട് ചെയ്തുകൊണ്ട് അതൊന്നും ഇല്ല കേട്ടോ, കറൊന്നും കൈമേലൊന്നും പിടിച്ചിട്ടില്ല. നമുക്കിതൊന്ന് മൂടി വെച്ചാണ്ട് ഒന്ന് കത്തിച്ച് കൊടുക്കണം കേട്ടോ. എല്ലാതും കൂടെ നല്ല മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ. കുറഞ്ഞ തീയിൽ ആ മൂടി വെച്ചാണ്ട് നമുക്കൊന്ന് കത്തിച്ച് കൊടുത്താൽ ആവിക്ക് തന്നെ അത് വെന്തോളും കേട്ടോ. അപ്പം നമ്മളെ ഉപ്പേരിയൊക്കെ ഇവിടെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെ ഒന്നൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. ഇതാണ് നമ്മളുണ്ടാക്കിയ ചെറുപയറിൻ്റെ ചോറും വാഴക്കൂമ്പ് ഉപ്പേരിയും നമ്മൾ ഇന്നാളുണ്ടാക്കിയ ഓർക്കാപ്പുളി അച്ചാറും കേട്ടോ. ഇത് മൂന്നും ഉണ്ടെങ്കിൽ തന്നെ വയറ് നിറയെ നമുക്ക് ചോറുന്ന കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഒരിക്കൽ ഉണ്ടാക്കിയാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തോന്നിട്ടത് ഉണ്ടാവും. ഒരൊറ്റ പറ്റും ചെറുപയറൊന്നും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല വൃത്തിയും ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റും കേട്ടോ. അപ്പോൾ മീനും ഇറച്ചിയൊന്നും ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊക്കെ ഇങ്ങനത്തെ ഒക്കെ ചെയ്ത് നോക്കിയാൽ നല്ലതല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ തെറ്റുകളും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.